കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? കോമഡി ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം? അടിപൊളിയാണ്, പക്കാ കോമഡിയാണ്. എങ്ങനെയുണ്ട് പടം? സൂപ്പറാ, പക്കാ കോമഡി, അടിപൊളി പടം, അടിപൊളി അടിപൊളി. എന്താണ് ചേട്ടാ പടത്തിന് ഞാൻ ഇഷ്ടപ്പെട്ടത്? വേറെ എന്താണ് കോമഡി? പക്കാ കോമഡി, ഒരു ഫാമിലി എന്റർടൈൻമെന്റ്. എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാ, എല്ലാം സൂപ്പർ. ഷറഫ് എന്താണ് ബ്രോ പടത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത്? ഇല്ല, അങ്ങനെ കഥയായിട്ട് പറയാനില്ല. ഒരു വൺ ടൈം വാച്ചബിളാണ്, എൻ്റർടൈനറാണ്. ഒരു പടം സൂപ്പറായിരുന്നു. എന്താണ് ചേട്ടാ പടത്തിന് ഇഷ്ടപ്പെട്ടത്? നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ ഇതായിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. എന്താ എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക്സ്. നല്ല നല്ല നടനാണ്, നല്ലൊരു നടിയാണ്. സിനിമ നല്ല ചിത്രമാണ്. നമുക്ക് അനുഭവിക്കാനും നമുക്ക് കേൾക്കാനും അതിൻ്റെ സുഖദുഃഖങ്ങളും എല്ലാം അറിയാനും നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, വെൻസ്. ഓക്കെ, താങ്ക്സ്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ഓക്കെ. ഒരു നടിയെ ഉള്ളുവെങ്കിൽ തന്നെയും ചിത്രം നല്ല വിജയമായിട്ട് തന്നെ പോകും. ഓക്കെ, ഒരു ത്രില്ലടിപ്പിക്കുന്നുണ്ടോ? ആരും കുറ്റം പറയാനില്ല. ഒരു കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? അത് ഓക്കെ. അത് വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ നമുക്ക് നടന. അദ്ദേഹവും നല്ലത് തന്നെയായിരുന്നു. പിന്നീട് അഭിനയിക്കുന്ന നടനും അങ്ങനെ തന്നെ. എല്ലാവരും നല്ല വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അത് നമുക്കൊരു കോമഡി ഇല്ലാത്ത രീതിയിലല്ല, നമുക്ക് ചിരിക്കാനും പറ്റുന്നുണ്ട്. അതിനകത്ത് കുറേ സങ്കടവുമുണ്ട്. ദ ഓൾ മാൻ സിറ്റിസൺ. ഓക്കെ, പടം ഒരു ഫൺ മൂവി പോലെ കാണാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അവസാനമൊക്കെ ആകുമ്പോൾ എനിക്ക് പഴയ ഒരു നഗരത്തിൽ വന്ന രാപ്പറക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സിനിമയാണ് വിജയ് തമ്പിയുടെ. അതിനകത്ത് ഈ സിറ്റി ടൈഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാഫിയ ഗ്യാങ് ജനാർദ്ദനൊക്കെ വന്നിട്ടൊരു ഇതുണ്ട്. ആ ഒരു ഇത് ഫീൽ പോലെ തോന്നി. പഴയ ഒരു ജഗതി ഇൻസ്പെക്ടറായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു ചെറിയ ഓർമ്മ വന്നു. പക്ഷേ ഇതിൽ ഒരു ചെറിയ കുഴപ്പം, ഇത് ഭയങ്കര സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ എഡിറ്റിങ്, സ്ക്രിപ്റ്റിംഗ് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പളിച്ചുള്ളതൊക്കെ. പക്ഷേ അതർവൈസ് ഒരു ഫൺ റൈഡ്, ഒരു കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമ. ഞാൻ പറഞ്ഞ പോലെ പഴയ ശ്രീനിവാസനും ജയറാം സിനിമയുടെ ചെറിയ ഓർമ്മകളൊക്കെ വന്നു. അത് ഡെഫിനറ്റ്ലി അവസാനം എൻ്റെ അകത്തൊരു പാർക്കിലുള്ള ഷൂട്ട് ചെയ്ത സീനൊക്കെയാണ്. അത് ഡെഫിനറ്റ്ലി മറ്റേ വിജയ് തമ്പിയുടെ സിനിമ എന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്തേക്കുന്നു തോന്നുന്നു. കുഴപ്പമില്ല, കണ്ടാൽ മതി. ഒരു ഫണ്ണാണല്ലോ, ഫൺ മൂവി ഫോർ ചിൽഡ്രൻ ആൻഡ് ഫാമിലി. ജസ്റ്റ് വന്ന് കൂടുതലൊന്നും ചിന്തിക്കാതെ വന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. കുഴപ്പമില്ല, ആവറേജ് പടം, കോമഡി അത്യാവശ്യത്തിന്.